ഫ്രെയിം ചെയ്യുന്ന വീഡിയോ കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ മൊബൈലിൽ എപ്സോണിൻ്റെ പ്രിൻ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ എപ്സോണിൻ്റെ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായ ഫ്രെയിമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളെ കസ്റ്റമൈസ് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് പിന്നെ മലപ്പുറത്തെ ഒരു സ്കൂളിൽ നിന്നാണ്. അവിടുത്തെ 10 ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഏകദേശം ഔട്ടായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രെയിമിലേക്ക് മാറ്റണം. നമ്മൾ ഈ ഫ്രെയിമിൻ്റെ ഇതല്ല കേട്ടോ വർക്ക് മാത്രമല്ല, ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ വർക്കും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രെയിം ആർട്ട് 3 എന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പേജ് വരും, അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീഡിയോസും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞത് നമ്മളതിന് ഫ്രെയിമിലേക്ക് മാറ്റുന്ന കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ചുമ്മാ ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ലാഗ് അടുപ്പിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡായിട്ട് കാണിച്ചു തരുന്നത്. നമ്മുടെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ഉണ്ട്. ആർക്കെങ്കിലും ഇതുപോലെ ഈ ഗിഫ്റ്റ് ഹാമ്പർ അതുപോലെ ഫ്രെയിം ഈ ഒരു ഡിസൈൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഡിസൈൻ ഉണ്ട് ഫ്രെയിമിൻ്റെ. നിങ്ങൾ ഫോട്ടോസ് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡൽ നിങ്ങൾ ഫോട്ടോ നമ്മൾ ഇതുപോലെ ഫ്രെയിമാക്കി തരും. ആർക്കെങ്കിലും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഫ്രെയിമിൻ്റെ വർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി അതല്ല നമ്മളെ വർക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഫ്രെയിം ആർട്ട് 3 എന്ന് അടിച്ചാൽ മതി, സെർച്ച് ചെയ്താൽ മതി. നമ്മളെ പേജ് വരും. പേജ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെ വൈഫാണ്. ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ടോ അവസാനം നമ്മൾ ഫ്രെയിമിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല വൃത്തിയിൽ പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കൊറിയർ അയക്കാൻ വേണ്ടി. സാധാരണ ഡെലിവറിയും DTDCയും ഫീഡ് ആൻഡ് സേഫൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഡെലിവറി അവർ നമ്മളെടുത്ത് വന്നിട്ട് കളക്ട് ചെയ്തിട്ട് പോക്കാമെന്ന് സാധാരണ പതിവ്. ഇനി ഇത് നല്ല വൃത്തിയിൽ പാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.